നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണി വലിയൊരു ചാഞ്ചാട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി, ക്രൂഡ് ഓയിൽ വില ഉയർന്നത്, വിദേശ നിക്ഷേപകരുടെ പിൻവലിയൽ, ഇതെല്ലാം വിപണിയെ ഉലച്ചു. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ ഓഹരികൾ വിറ്റൊഴിയുമ്പോൾ ചെറുകിട നിക്ഷേപകർ ആശങ്കയിലാണ്. സെൻസെക്സും നിഫ്റ്റിയും എന്ന് പഴയ കരുത്തിലേക്ക് തിരിച്ചെത്തും. വിപണിയിലെ ഈ കറക്ഷൻ ഒരു അവസരമാണോ അതോ വലിയൊരു തകർച്ചയുടെ മുന്നോടിയോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം 3 ഓഹരി വിപണി വിദഗ്ധരാണുള്ളത്. സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ VK വിജയകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ PS മേനോൻ, മൈഫിൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെഡായ സൂരജ് നായർ എന്നിവർ. ആദ്യം ഡോക്ടർ വിജയകുമാർ, നിലവിലെ വിപണി തകർച്ചയ്ക്ക് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ എത്രത്തോളം കാരണമാണ്? അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ നിലപാടുകളും പലിശ നിരക്കുകളും ഇന്ത്യൻ വിപണി എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്? വിപണിയിൽ കാര്യമായിട്ടുള്ള തകർച്ചയുണ്ടായത് പ്രധാനമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിൽപ്പന കാരണമാണ്. വാസ്തവത്തിൽ നമ്മളൊരു ലോങ് ടേം കാഴ്ചപ്പാട് എടുക്കുകയാണെങ്കിൽ FII ഇൻവെസ്റ്റ്മെൻറ്റ്, FII സെല്ലിങ്ങും മാർക്കറ്റ് പെർഫോമൻസും തമ്മിലൊരു കോറിലേഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ 2020 മാർച്ച് മാസത്തിലെ 7511 എന്നുള്ള നിഫ്റ്റി ലെവൽ എടുക്കുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ ആയപ്പോഴേക്കും 26,126 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എത്തി. അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു താഴ്ചയുണ്ടായത്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇന്ത്യയുടെ ഏർണിങ്സ് ഗ്രോത്ത് കുറഞ്ഞതാണ്. എപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിങ്സ്. ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വചനം എപ്പോഴും മനസ്സിൽ വേണം. ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിങ്സ്. DII ഇൻവെസ്റ്റ്മെൻറ്റ്, FII ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം സെക്കൻഡറി ആണ്. അല്ല, ഇതിനെയും നിർണ്ണയിക്കുന്നത് കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ്. അപ്പോൾ 2020 മാർച്ച് കോവിഡ് ക്രാഷ് മുതൽക്ക് നിഫ്റ്റി 7511 ലെവലിൽ നിന്ന് സെപ്റ്റംബർ 2024 26,126 എന്ന ആ ലെവലിലേക്ക് നിഫ്റ്റി ഉയർന്നത് അതൊരു നല്ലൊരു റാലി ആയിരുന്നു. അതിന് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പീരീഡിൽ നിഫ്റ്റി ഏർണിങ്സ് ഗ്രോത്ത്, മാർക്കറ്റിലെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് 24%. പക്ഷേ പിന്നീട് FY 25 ആയപ്പോഴേക്കും നിഫ്റ്റി ഏർണിങ്സിൽ 25% മാത്രമായിട്ട് കൂപ്പുകുത്തി. നിഫ്റ്റി ഏർണിങ്സ് ഗ്രോത്ത് ക്രാഷ് ടു ഓൺലി 5%. അതേസമയം തന്നെ നമ്മുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ സെപ്റ്റംബർ 24 ആയപ്പോഴേക്കും 2024 ഞാൻ പറയുന്നത് 24 PE ആയി. അപ്പോൾ ഒരു മാർക്കറ്റിൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ 24, ഏർണിങ്സ് ഗ്രോത്ത് 5%. ഇത് വളരെ പാരഡോക്സിക്കൽ സിറ്റുവേഷനാണ്. അത് സസ്റ്റൈനബിൾ അല്ല. FISനെ സംബന്ധിച്ചിടത്തോളം 15ഉം 16ഉം പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ഉള്ള, 25ഉം 30ഉം 40ഉം ഏർണിങ്സ് ഗ്രോത്ത് ഉള്ള മറ്റ് ഇക്കോണമീസ് ഉണ്ടായിരുന്നു. മറ്റ് മാർക്കറ്റ്, സൗത്ത് കൊറിയ, തായ്വാൻ, ഈവൻ ജപ്പാൻ പോലെയുള്ള ഡെവലപ്ഡ് മാർക്കറ്റ്സ്, ചൈന, ഹോങ്കോങ്, ഈ മാർക്കറ്റ്സിലേക്കാണ് പണം പോയത് FIIs വിറ്റിട്ട്. അപ്പോൾ FIIസിൻ്റെ വിൽപ്പന വലിയൊരു പരിധിവരെ
ഒരു ഫണ്ടമെൻ്റൽ റീസൺസ് ഉണ്ടായിരുന്നു അത് വിറ്റത്. അതിനുള്ള കാരണം നമ്മുടെ ആ ഏർണിങ്സ് ഗ്രോത്തിൽ വന്നിട്ടുള്ള കുറവാണ്. പക്ഷേ എപ്പോഴും മാർക്കറ്റ് ഒരു പരിധി കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റ് വിൽ ഓൾവേസ് ഓവർ റിയാക്ട്. ഇറ്റ് വിൽ ഓവർ റിയാക്ട് ഓൺ ദ അപ് സൈഡ് ആൻഡ് ഓവർ റിയാക്ട് ഓൺ ദ ഡൗൺ സൈഡ്. FIIസിൻ്റെ വിൽപ്പന റുപ്പിയെ ഡിപ്രീഷിയേറ്റ് ചെയ്തു. റുപ്പി ഡിപ്രീസിയേഷൻ കാരണം FIIs കൂടുതൽ വിൽക്കാൻ തുടങ്ങി. കൂടുതൽ വിറ്റപ്പോൾ വീണ്ടും റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് ലൂപ്പ് അതിലേക്ക് പോയി. അത് തടയാനൊക്കെയാണ് RBIൻ്റെ കറൻസി മാർക്കറ്റിലുള്ള സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്തും ഉണ്ടായെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ 3000 പോയിന്റിൻ്റെ അടുത്താണ് സെൻസെക്സ് വർദ്ധിച്ചത്. അതിനുള്ള കാരണം വലിയ ഒരു ഇപ്പം നമുക്കറിയാം ക്രൂഡ് ഓയിൽ വിലയിൽ ഈ 2 ആഴ്ചത്തേക്കുള്ള സീസ് ഫയർ പ്രഖ്യാപിച്ചു. യുദ്ധം ഏകദേശം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ മുഴുവൻ പറയാൻ കഴിയില്ല. പ്രസിഡന്റ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസനീയമല്ല. ഹീ ഈസ് നൊട്ടോറിയസ്ലി ഇൻകൺസിസ്റ്റന്റ്. പക്ഷേ എങ്കിലും they also want to get out of this war because it is harming them also. അതുകൊണ്ടെല്ലാം തന്നെ ഒരു 2 ആഴ്ചത്തെ ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്തപ്പോൾ മണിക്കൂറുകളുടെ ഉള്ളിൽ ക്രൂഡ് ഓയിൽ ബ്രെൻഡ് ക്രൂഡ് 95ലേക്ക് കൂപ്പുകുത്തി. 108, 109 ഉണ്ടായിരുന്നത് 119 വരെ പോയിരുന്നു ബ്രെൻഡ് ക്രൂഡിൻ്റെ വില. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഇക്കോണമി ഒരു ഗോൾഡിലോക്സ് സെനാരിയോയിലായിരുന്നു. നല്ല GDP ഗ്രോത്ത് റേറ്റ്, ഇൻഫ്ലേഷൻ അറ്റ് 2.75% in FY26, current account deficit at 1%, fiscal deficit at 4.4%, foreign exchange reserves at $720 billion. എല്ലാ മാക്രോസും സ്ട്രോങ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ യുദ്ധം വന്നിട്ട് ഇക്കോണമീനെ ഒരു ഗോൾഡിലോക്സ് സാഹചര്യത്തിൽ നിന്ന് വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറ്റിയത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഈ ക്രൂഡിൻ്റെ വിലയാണ്. നമുക്കറിയാം നമ്മളൊരു എനർജി ഇമ്പോർട്ടറാണ്. അവർ ഇക്കോണമി ഈസ് വെരി മച്ച് വൾണറബിൾ ടു എൻ എനർജി ക്രൈസിസ്. ഇത്തവണ ഉണ്ടായിട്ടുള്ള എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് മാത്രമല്ല, LPGൻ്റെയും LNGൻ്റെയും ഒരു ലഭ്യതയിലും തന്നെ വലിയ ഒരു കമ്മി ഉണ്ടായി. അതൊക്കെ തന്നെയാണ് പല വ്യവസായങ്ങളെയും ബാധിച്ചത്. ഹോട്ടൽ വ്യവസായത്തിനെ, റെസ്റ്റോറൻറ്റിനെ, വെട്രിഫൈഡ് ടൈൽസ് മുതലായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സിനെ ഗണ്യമായി ബാധിച്ചു. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു 2 വീക്ക് സീസ് ഫയറോടുകൂടെ ആകെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് പെട്ടെന്ന് അതിനെ 3000 പോയിന്റ് സെൻസെക്സ് വാല്യൂടെ 3.5 പോയിന്റോടുകൂടെ പിന്നെ ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തത്. സോ ദ വേർസ്റ്റ് ഈസ് ബിഹൈൻഡ് അസ്. ശരി, ഡോക്ടർ വിജയകുമാർ, ഈ സംഭവങ്ങളെല്ലാം ആഗോള സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഇന്ത്യൻ വിപണിയിൽ ഈ തകർച്ചയുണ്ടായതിൻ്റെ കാരണം, അതോ ആഭ്യന്തരമായ വിഷയങ്ങളും അതിനെ ബാധിച്ചിട്ടുണ്ടോ? അല്ല, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ. എക്സ്റ്റേണൽ ആയിട്ടുള്ള വലിയ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ ആ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് അല്ലേ ക്രൂഡിൻ്റെ വില. നോക്കൂ, ഫെബ്രുവരി 27 $70 ആയിരുന്നു ഒരു ബാരൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ വില. ഫെബ്രുവരി 27, യുദ്ധത്തിൻ്റെ തലേ ദിവസം. അത് 50% കൂടിക്കഴിഞ്ഞാൽ അത് ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഇമ്പാക്ടിങ് അവർ ഡൊമസ്റ്റിക് ഇക്കോണമി. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് അല്ല. ദി എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഇമ്പാക്റ്റഡ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി ബൈ വൈഡനിങ് ദ ട്രേഡ് ഡെഫിസിറ്റ്, ബൈ വൈഡനിങ് ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, കോസിങ് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇൻഫ്ലേഷൻ എപ്പോഴും ഒരു ടൈം ലാഗിന് ശേഷമാണ് സംഭവിക്കുക. അപ്പോൾ 50% നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കും, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസും ഡൊമസ്റ്റിക് പ്രോബ്ലം രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും സെപ്പറേറ്റ് അല്ല. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ PS മേനോൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ വളർച്ചാ നിരക്ക് GDP പോസിറ്റീവ് ആയിരിക്കെ എന്തുകൊണ്ടാണ് വിപണിയിൽ ഇത്ര വലിയൊരു ഇടിവ് ദൃശ്യമാകുന്നത്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങളൊന്നും നോക്കാം, അല്ലാണ്ട് പഴയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. I mean, it's a report card which you talk about when you say GDP. ഇന്നിപ്പോൾ for example, Reserve Bank of India announced that we have got a GDP growth of 6%
and repo rate is kept unchanged 5.25%, inflation seen at 4.6% എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞതെന്താ വെച്ചാൽ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ഇസ് ഇങ്ങനെ ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് മാർക്കറ്റ് ആക്ച്വലി ഡിസ്കൗണ്ട് ചെയ്യുന്നത്. സി വൈ ഡിഡ് ദി മാർക്കറ്റ് ഗോ അപ്പ് ബൈ 873 പോയിന്റ്സ് ടുഡേ ഇൻ നിഫ്റ്റി? കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ദേ ഫീൽ ഒരു പക്ഷേ ഇതും കൊണ്ട് ഈ വാർ തീരുമായിരിക്കും, ഈ പ്രഷേഴ്സ് ഒക്കെ തീരുമായിരിക്കും എന്നുള്ള കണക്കിലാണ് അവർ പറഞ്ഞത്. സോ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടു റിയലി വറി ദാറ്റ് ഓക്കെ ഇവര് 7.6 പറഞ്ഞു ഒരു കമ്പാരിസൺ പർപ്പസിന് പറയാമെന്നല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, ഓഹരി വിപണിയിലെ ഈ ഇടിവ് ഒരു താൽക്കാലിക തിരുത്തലാണോ അതോ വലിയൊരു ട്രെൻഡ് മാറ്റത്തിൻ്റെ തുടക്കമാണോ? ഗുഡ് ഈവനിങ് ജെയിംസ് സർ, ഗുഡ് ഈവനിങ് വിജയ് ഉമർ സർ, ഗുഡ് ഈവനിങ് ശ്രീ ഉമർ സർ, എല്ലാവർക്കും വെൽക്കം. ജെയിംസ് സർ, ഇതിൽ ഞാൻ ആക്ച്വലി വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്ട് ഇതിനെ ഒരു കറക്ഷൻ എന്ന് വിളിക്കാൻ ഞാൻ ആക്ച്വലി മുതിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കോവിഡ് സമയത്ത് യെസ് ദർ ഈസ് എ കറക്ഷൻ, അതായത് ദാറ്റ്സ് വാട്ട് യു കോൾ ആസ് കറപ്ഷൻ. ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റുലേഷനാണ്. അതായത് മാർക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് ഒരു ട്രസ്റ്റ് ഇല്ലായ്മയാണ് അന്ന് നടന്നതെന്നുള്ളത്. ബട്ട് ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് വാർ നടന്നു. വാർ കാരണം ഓയിലിൻ്റെ പ്രൈസ് കയറി. ഓയിലിൻ്റെ പ്രൈസ് കയറുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് ബാഡാണ്. ഇന്ത്യൻ പല ലിസ്റ്റഡ് ബിസിനസ്സിൻ്റെയും ഇൻപുട്ട് അല്ലെങ്കിൽ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓയിലാണ്. ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്, കോർപ്പറേറ്റ് ഏർണിങ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് മാർക്കറ്റിൽ 3 മാസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് കയറി നിൽക്കുകയും ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ്, അതും ഭൂരിഭാഗം സ്റ്റോക്സും ഇറങ്ങി നിൽക്കുന്നു എന്നുള്ള ഇങ്ങനെ മാർക്കറ്റിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ അതിനെ വ്യക്തിപരമായിട്ട് കറക്ഷൻ എന്ന് വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാര്യം മാർക്കറ്റിൽ ഒരു വാല്യുവേഷൻ റീസെറ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കറക്ഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ സ്റ്റോക്സും താഴേക്ക് പോയില്ല? കുറച്ച് സ്റ്റോക്സ് മാത്രം 52 വീക്ക് ലോ. ആസ് വി സ്പീക്ക് റൈറ്റ് നോ ഇന്ന് ടൈറ്റൻ ഇൻഡസ്ട്രീസ് 52 വീക്ക് ഹൈ ആണ്. ഇന്ന് ABB ഇന്ത്യ എന്ന് പറയുന്നത് 52 വീക്ക് ഹൈ ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുറച്ച് സ്റ്റോക്കുകളെ മാർക്കറ്റ് ഉയർത്തി നിർത്തുകയും കുറച്ച് സ്റ്റോക്കുകളെയും താത്തി നിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നടന്നത് ഒരു വാല്യുവേഷൻ റീസെറ്റ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ കയറിയ സ്റ്റോക്കിന് കയറാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം മാർക്കറ്റ് അതിനെ റീറേറ്റ് ചെയ്തു. താഴ്ന്ന സ്റ്റോക്കുകൾക്ക് താഴോട്ട് വീഴാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം മാർക്കറ്റ് അതിനെ ഡീറേറ്റ് ചെയ്തു. വാല്യുവേഷൻ ആയിരിക്കാം, വേറെ എന്ത് റീസണോ ആയിക്കോട്ടെ, മാർക്കറ്റ് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്ത് ആക്ട് ചെയ്തു. ബട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ജെയിംസ് സർ, എനിക്ക് ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം ശരിയാണ്. മാർക്കറ്റിൽ കറക്ഷൻ നടന്നു അല്ലെങ്കിൽ താഴോട്ട് ഡീറേറ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ ഈ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലും മിഡ് ക്യാപ് സെഗ്മെൻറ്റിലും നല്ല രീതിയിലുള്ള ആ ഏർണിങ്സിൻ്റെ ഡീറേറ്റിംഗ്, സ്റ്റോക്ക് പ്രൈസിലും ഡീറേറ്റിംഗ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. എന്നാൽ ഈ ഡേ റേറ്റിംഗ് വേണ്ട രീതിയിൽ ലാർജ് ക്യാപ്പുകളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ലാർജ് ക്യാപ്പുകളിൽ അതിൻ്റെ ഏർണിങ്സ് ഗ്രോത്ത് വിജയ് ഉമർ സാർ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഡിജിറ്റ് ഏർണിങ്സ് ഗ്രോത്തിൽ നിന്നും 3%, 5%-ആയി ഏർണിങ്സ് ഗ്രോത്ത് കുറയുകയാണെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഇത്രയും വീണാൽ പോരാ. ബട്ട് എന്തുകൊണ്ട് ഇത്രയും വീണില്ല? അവിടെയാണ് മാർക്കറ്റിൽ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ സാധാരണക്കാർ ഒരുപാട് പേര് സിപ്പ് മുഖേന മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുമ്പോൾ പല മ്യൂച്വൽ ഫണ്ടിൻ്റെ മാൻഡേറ്റും ഏതാണ്ട് 92-93% ഇൻവെസ്റ്റഡായി നിൽക്കുക, ക്യാഷ് പാർട്ട് ഏതാണ്ട് 6%, 7% ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള. അവരെ സംബന്ധിച്ച് എന്താ, അവർ എന്തൊക്കെ FIS സെല്ല് ചെയ്തോ, FISന് സെല്ല് ചെയ്ത കാരണം എന്തോ ആയിക്കോട്ടെ. കാര്യം ഒരു മാർക്കറ്റിൽ എപ്പോഴും ഒരു സെല്ലറും ഉണ്ടാവും, ബയ്യറും ഉണ്ടാവും. അതിൽ FII സെല്ലറായി എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ഒന്നുമല്ല. പക്ഷേ FII ഏത് ലെവലിൽ സെല്ല് ചെയ്താലും അതിനെ അബ്സോർബ് ചെയ്യാൻ, ബൈ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അബ്സോർബ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ജനങ്ങളിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് അതിനെ എന്താ പറയുക, ഒരു എക്സിറ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നത് കാരണം ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ വേണ്ട രീതിയിൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാര്യം 3%, 5% ഗ്രോ ചെയ്യുന്ന കമ്പനികൾ 30 PE ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെയോ വാറൻ ബഫേയുടെയോ പീറ്റർ ലിഞ്ചിൻ്റെയോ വാല്യുവേഷൻ മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഓവർ വാല്യൂഡ് എന്നുള്ള. അപ്പം മാർക്കറ്റിൽ കറക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും ഒരു വാല്യുവേഷൻ റീസെറ്റ്, എന്നാൽ ഡീറേറ്റ് ചെയ്ത സ്റ്റോക്കുകൾക്ക് അത്രമാത്രം കറക്ഷൻ വന്നോ എന്ന് ചോദിച്ചാൽ അതും നടന്നിട്ടില്ല. എന്നാൽ റീറേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ വളരെ ഹൈ രീതിയിൽ പോവുകയും കൂടെ ചെയ്തു. മാർക്കറ്റ് ഒരു പ്രിക്വേറിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ
ടു മച്ച് ഓഫ് ലിക്വിഡിറ്റി ഈസ് ഡ്രൈവിംഗ് മാർക്കറ്റ് ഇസ് ഓൺ വൺ സൈഡ്. രണ്ടാമത് ഹൈ ഫ്രീക്വൻസി അൽഗോരിതമിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡിങ്ങും മാർക്കറ്റിൻ്റെ റിയൽ സ്ട്രക്ചറിനെയും ഡൈനാമിക്സിനെയും മാറ്റി മാർക്കറ്റ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. ബട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീർച്ചയാണ് രണ്ടുപേരും പറഞ്ഞത്, നമ്മുടെ രണ്ട് എമിനന്റ് ഗസ്റ്റുകൾ പറഞ്ഞതും കറക്റ്റാണ്. മാർക്കറ്റ് എന്നും ഫോർവേഡ് ലുക്കിംഗ് ആണ്, ഫോർവേഡ് ഏർണിങ്സിനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന മാർക്കറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം മാർക്കറ്റ് ബോട്ടം ആയോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു സീസ് ഫയർ വരുന്നത്. ബട്ട് മാർക്കറ്റ് 5 ദിവസമായി ഓൾറെഡി കയറി. മാർക്കറ്റിൻ്റെ ബ്രില്യൻസ് ആണ് കാണിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് പേര് ഇവിടെ കളിയാക്കിയിരുന്നു. അടുത്ത 1.5 കൊല്ലമായി മാർക്കറ്റ് കറക്റ്റ് ചെയ്തത് നമ്മുടെ മാർക്കറ്റ് മോശമാണ്, നമ്മുടെ മാർക്കറ്റിന് പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇല്ല, മാർക്കറ്റിന് നെഗറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും മാർക്കറ്റ് ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു സീസ് ഫയറിനെ നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ള കാര്യം ഇൻഡെക്സ് ലെവലിൽ കറക്റ്റ് ആണെങ്കിലും പല ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെയും വാല്യുവേഷൻ ഡീറേറ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ വേണ്ട രീതിയിലുള്ള പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടന്നിട്ടില്ല ജെയിംസ് സാർ. അതുമാത്രമല്ല റിയൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ് സെഗ്മെന്റിലുമാണ്. കാര്യം അവിടെ സപ്പോർട്ട് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിന്റെ പൈസ ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാസ്തവം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ശരി, ശ്രീ സൂരജ്, താങ്കൾ പറയുന്നത് പോലെ മാർക്കറ്റ് ഒരു ബോട്ടം തൊട്ടിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു തളർച്ച എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ജെയിംസ് സാർ, ഇതിൽ മാർക്കറ്റ് ബോട്ടം ടച്ച് ചെയ്തില്ല എന്ന് പറയുന്നില്ല. കാര്യം വെച്ചാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും നോക്കുന്നത് ഒരു ഇൻഡെക്സ് ലെവൽ അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെ ലെവൽ. ഈ നിഫ്റ്റി ബാങ്ക് ലെവലും നിഫ്റ്റിയും വെച്ചിട്ടൊരു മാർക്കറ്റ് ബോട്ടം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം സ്റ്റോക്ക് വൈസ് ആണല്ലോ നമ്മൾ മേടിക്കുന്നത്. നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മേടിക്കുമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനും പ്രൈസും ആണല്ലോ നമ്മൾ മുന്നിൽ കാണേണ്ടത്. അല്ലാണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കംപ്ലീറ്റ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇന്ന് ABB ആണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ, ഞാൻ ഇന്ന് കുമ്മിൻസ് ഇന്ത്യയാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ, ഞാൻ ഇന്ന് ഹോൾഡ് ചെയ്യണ ടൈറ്റൻ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഒരു കൊല്ലത്തെ, അതായത് 52 വീക്ക് ഹൈയിലെ ഏറ്റവും വലിയ പ്രൈസിലാണ് എൻ്റെ കയ്യിൽ ആ വാല്യുവേഷൻ ആ സ്റ്റോക്ക് ഇരിക്കുന്നതെന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഈ നിഫ്റ്റി ലെവൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ബേസും ഇല്ലാതെ ആയില്ലേ എന്നുള്ള. നമ്മൾ മാർക്കറ്റിനെ പൊതുവേ പറയുന്നത് മാർക്കറ്റ് ബോട്ടം ഔട്ട് ആയോ എന്നുള്ളതിനെക്കാട്ടിലും ഈ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ ചലഞ്ചിങ് ആയിട്ടുള്ള മാക്രോ എൻവയോൺമെൻറ്റിന് താൽക്കാലികമായിട്ട് ശമനം വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഈ ലാസ്റ്റ് 5 ദിവസം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മാർക്കറ്റ് അതിലൊരു പുൾ ബാക്ക് ആൻഡ് കംഫർട്ട് റാലി കണ്ടു. ബട്ട് ഇന്നും മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ, അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ അതിപ്രസരം, രണ്ടാമത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ മാക്രോ എക്കണോമിക് ഇഷ്യൂസ്, കമ്പനികളുടെ കോർപ്പറേറ്റ് ഏർണിങ്സിന്റെ കാര്യത്തിലും മാർക്കറ്റ് ബോട്ടം അടിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്നു. ലെവലിലാണെങ്കിൽ യെസ്, ഈ പറയുന്ന പോലെ മാർക്കറ്റിലെ ന്യൂസ് വൈസ് നമ്മൾ ബോട്ടം അടിച്ചു, ബട്ട് വാല്യുവേഷൻ വൈസ് ബോട്ടം അടിച്ചില്ല എന്ന്, പല സ്റ്റോക്കുകളിലും വാല്യുവേഷനിൽ ബോട്ടം അടിച്ചില്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയും. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ വിജയകുമാർ, അന്താരാഷ്ട്ര യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ, എണ്ണ വിലയിലെ കയറ്റിറക്കങ്ങൾ, അമേരിക്കൻ ഫെഡ് നിയമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ വിപണിയുടെ മടങ്ങിവരവ് വൈകിപ്പിക്കുമോ? വൈകിപ്പിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഫെഡിൻ്റെ നയം വലിയൊരു മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തൊരു ഘടകമൊന്നുമല്ല. അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിനെ സ്വാധീനിച്ചത് അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് വർദ്ധിച്ചതാണ്. നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഗോൾഡ് ഈ ഒരു ക്രൈസിസ് ഫേസിൽ പീക്കിൽ നിന്ന് 20% കുറയുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ പറയുക ഗോൾഡ് ഈസ് എ സേഫ് ഹേവൻ ഡ്യൂറിങ് ക്രൈസിസ് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസിസിൽ $5,600 ഒരു ട്രോയ് ഔൺസിന് വന്നിരുന്നത് 4,600 കുറഞ്ഞു. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് വിൽക്കാൻ തുടങ്ങി. സെൻട്രൽ ബാങ്ക്സിൻ്റെ ഗോൾഡ് ബൈയിങ് ആണ് 2025 അഭൂതപൂർവമായിട്ടുള്ള സ്വർണത്തിലെ വളർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് റഷ്യ സോൾഡ് ഗോൾഡ് ടു ഫൈനാൻസ് ദെയർ വാർ, ടർക്കി സോൾഡ് ഗോൾഡ് ഫോർ ഡിഫെൻഡിങ് ദെയർ കറൻസി. മറ്റ് രാജ്യങ്ങളിൽ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ അവരൊക്കെ തന്നെ സ്വർണം വിൽക്കേണ്ടായി, അവരുടെ സെൻട്രൽ ബാങ്ക്സ്. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ആർക്കും ആവാം, സെൻട്രൽ ബാങ്കിനും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം, ഇൻഡിവിജ്വൽസിനും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമല്ല. അങ്ങനെ കയറിപ്പോയ ഒരു കറക്ഷൻ ഉണ്ടാവും. അങ്ങനെ കറക്ഷൻ ഉണ്ടായ സമയത്ത് എന്തുണ്ടായി, US 10-year ബോണ്ട് ഈൽഡ് 4.35%. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് അസറ്റ് ക്ലാസ് ഇപ്പോഴും US ഡോളറാണെന്ന് ഓർക്കുക. In spite of President Trump, US dollar is the safest currency in the world.
most liquid currency in the world, and US bonds are the safest asset class in the world. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് അസറ്റ് ക്ലാസിൻ്റെ 10-year ബോണ്ട് ഈൽഡിൻ്റെ റിട്ടേൺ ഈൽഡ് 4.35% ആയപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർദ്ധിച്ചു. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഗോൾഡിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഗുണം ഉണ്ടാവുന്നത്. പക്ഷേ പ്രൈസ് മാറിയില്ലെങ്കിലോ, ഒരു $10 ബില്യൺ സ്വർണം വാങ്ങിച്ചു, സ്വർണത്തിൻ്റെ വിലയിൽ വർദ്ധിച്ചില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമാണ് പറയണത്. അതേ സമയത്ത് ആ പണം US 10-year ബോണ്ടിലാണ് ഇട്ടിരുന്നെങ്കിൽ 4.35% റിട്ടേൺ കിട്ടും. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ, ഗോൾഡ് ഈസ് എ നോൺ ഈൽഡിങ് അസറ്റ് ക്ലാസ്. Non-yielding asset class. Therefore, money moved from gold to US 10-year bonds, US treasuries. അതുകൊണ്ടാണ് വലിയൊരു FII സെല്ലിംഗ് കൂടെ ഉണ്ടാവാനുള്ള ഒരു കാരണം അതും കൂടിയാണ്. 4.35% US 10-year ബോണ്ടിൽ ഇടുകയാണെങ്കിൽ എന്തിനാണ് ഒരു പുവർ പെർഫോമിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പണം ഇടുന്നത് എന്ന് FPIs ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരവില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സ് ആർ ഫെയർലി വാല്യൂഡ്. ഫെയർലി വാല്യൂഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ ലോങ് ടേം ആവറേജ് വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ PE റേഷ്യോ അറൗണ്ട് 20 ആണ്, അറൗണ്ട് 20. അത് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സർജ് കണക്കിലെടുക്കാതെ ഇന്നലത്തെ റേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 19.8 ആണ് നമ്മുടെ നിഫ്റ്റീൻ്റെ ട്രെയിലിംഗ് PE റേഷ്യോ. അത് നമ്മൾ ഫോർവേഡ് PE റേഷ്യോ ആയിട്ട് പറയുകയാണെങ്കിൽ 19 താഴെയായിരിക്കും, 18.5 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അസ്യൂമിങ് ദാറ്റ് FY27 ഏർണിങ്സ് ഗ്രോത്ത് വിൽ ബി അറൗണ്ട് 12 to 15%. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അട്രാക്റ്റീവ് ഏർണിങ്സ് ആണ് പല സെഗ്മെൻറ്റിലും. ഈ 19 PE റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1-2 സ്റ്റോക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സൊമാറ്റോ, അതായത് എറ്റേണൽ എന്നറിയപ്പെടുന്ന പഴയ സൊമാറ്റോ, അതിൻ്റെ PE റേഷ്യോ 800 മുകളിലാണ്. അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ PE റേഷ്യോ 80 അടുത്ത് വരും. അപ്പോൾ 1-2 ഹൈലി വാല്യൂഡ് സ്റ്റോക്സ് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്സിൻ്റെയൊക്കെ വാല്യുവേഷൻ, ലാർജ് ക്യാപ് വാല്യുവേഷൻസ് ആർ ഇൻ ഫെയർ ടെറിട്ടറി. അത് പ്രത്യേകിച്ച് നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലീഡിങ് ബാങ്ക്സും ലീഡിങ് NBFCs നോക്കിക്കഴിഞ്ഞാൽ വാല്യുവേഷൻസ് ആർ ഹൈലി അട്രാക്റ്റീവ്. കാരണം ഇൻ ഇന്ത്യ വി ആർ ലൈക്ലി ടു ഹാവ്, ഇന്നത്തെ RBIൻ്റെ പ്രൊജക്ഷൻ അനുസരിച്ച് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ FY27 GDP will grow at 6.9% with 4.6% inflation. എന്ന് പറഞ്ഞാൽ 11.5% nominal GDP growth. That is very important. 11.5% nominal GDP growth can easily convert into a 12 to 15% earnings growth. ഒരു 14% ക്രെഡിറ്റ് ഗ്രോത്തും ഇക്കോണമിയിലുണ്ട് എന്നുള്ള ഇന്ന് RBI ഗവർണർ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫൈനാൻഷ്യൽസിനാണ് ഏറ്റവും അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജ് ക്യാപ് കമ്പനീസ്, ബ്ലൂ ചിപ്പ് കമ്പനീസ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഒക്കെ തന്നെ ഇന്ന് ഒറ്റ ദിവസം 4%, 4.5%, 5% ഒക്കെയാണ് പ്രൈസ് കയറിയത്. Bluest of blue chips like HDFC Bank, ICICI Bank, NBFCs like Shriram Finance, etc. Example ആയിട്ട് പറയുന്നതാണ്. These are not stock recommendations. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുമ്പോൾ sectors that have been beaten out of shape will be rebounding fast. And financials was a sector which was beaten out of shape and valuations became very attractive. That സൂരജ് പറഞ്ഞിട്ടുള്ള ആ വാല്യുവേഷൻ റീസെറ്റ് അത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. എപ്പോഴും മാർക്കറ്റിൽ ഓവർ വാല്യുവേഷൻ ഉണ്ടായാലും അണ്ടർ വാല്യുവേഷൻ ഉണ്ടായാലും അത് ടെമ്പററി ആയിരിക്കും. ഇൻ ദ മീഡിയം ടു ലോങ് റൺ ദ മാർക്കറ്റ് വിൽ കൺവേർജ് ടു മീൻ, റിവേർഷൻ ടു മീൻ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ലോങ് ടേം ആവറേജ് വാല്യുവേഷൻസിലേക്ക് മാർക്കറ്റ് വരും. ഇൻ മൈ ഒപ്പീനിയൻ ഇന്നത്തെ ഒരു യൂഫോറിക് റെസ്പോൺസ് ആണ്. മിഡിൽ ഈസ്റ്റ് സമാധാനം നിലനിൽക്കുകയാണെങ്കിൽ, വീണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മെയ് അവസാനമാകുമ്പോഴേക്കും ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $80 താഴെ എത്താൻ സാധ്യതയുണ്ട്. കാരണം നോൺ ഓയിൽ എനർജിയാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത്. നോൺ ഓയിൽ എനർജി സമൃദ്ധിയായിട്ട് അവൈലബിൾ ആയതുകൊണ്ട്
crude prices cannot remain high. It will come down, and this will be favorable for India's macros, India's corporate earnings, and therefore for the Indian stock market. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പി എസ് മേനോൻ, ഇത്തരം അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒരു നിക്ഷേപകൻ തൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെ പുനഃക്രമീകരിക്കണം? ഇപ്പോൾ ലാഭമെടുപ്പ് നടത്തേണ്ട ഒരു സമയമാണോ? Well, as far as market is concerned, there is no specific timing. You don't try to time the market. കുറെ താഴെ വരുമ്പോൾ നല്ലൊരു ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കണ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. That is the time to buy. But if you are expecting a major fall, there is no harm in selling and buying back again because you reduce your cost. അതൊരു സ്ട്രാറ്റജി ആയിട്ട് പറയാം. പക്ഷേ എന്തായാലും ഒരു കാര്യം ക്ലിയർ ആണ്, യു ഡു നോട്ട് സെൽ വെൻ യു ജസ്റ്റ് സീ എ മൈനർ റിക്കവറി. കാരണം പേടിച്ചിരിക്കുകയായിരിക്കും. ഒരു റിലീഫ് കിട്ടുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിയാൽ മതി, ആ വേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ എനിക്ക് വിൽക്കാൻ പറ്റിയില്ല, ഇന്ന് വിൽക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ പീപ്പിൾ ഫീൽ ഓക്കെ. But the same person will be rueful. അതായത് അയ്യോ ഞാൻ അറിയാണ്ട് നേരത്തെ വിറ്റ് പോയത്, ഇതൊക്കെ കയറി പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അതിൽ I just want to quote what Warren Buffett said in October of 2008. What he said is, in 2008 beginningലാണ് ആ മേജർ ഫിനാൻഷ്യൽ കൊളാപ്സ് ഉണ്ടായത് in the US, subprime problem എന്നൊക്കെ പറഞ്ഞിട്ട്. He said in the 20th century the United States endured 2 world wars and other traumatic and expensive military conflicts. The depression, the Great Depression എന്ന് പറഞ്ഞാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്, a dozen or so recessions and financial panics, oil shocks, a flu epidemic, and the resignation of a disgraced president. Yet the Dow rose from 66 to 11,497 എന്നാണ് ഒക്ടോബർ 16 2008 പറഞ്ഞത്. So what he is basically saying, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ കാണും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. Now the interesting part is, അത് പറയുമ്പോൾ 2008 പറയുമ്പോൾ ഡൗ 11,497, ഇപ്പോൾ 46,000 ആണ്, 46,000 മുകളിലാണ്. So if you look at what he said, it is actually 174 times in 100 years. That's a very good return if you consider all the panic and problems that is there. So look at the market like a movie rather than a photograph. ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ഇപ്പോൾ അത് മോശമാണെന്ന് പറയുന്ന പോലെയല്ല, മൂവി എന്ന് പറഞ്ഞാൽ മൂവി തീരുന്ന വരെ നമുക്ക് കഥ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി, ask the investors to remain invested. There is no point in trying to get out at the low, because ആ വേദന തൽക്കാലത്തേക്ക് മാറ്റാൻ അവനോട്ട് പണി ചെയ്യണം എന്താ വെച്ചാൽ ചെയ്യുക. ഡോണ്ട് ബോദർ വിത്ത് ദി ഗൈറേഷൻസ് ഓഫ് ദ മാർക്കറ്റ് എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പൊതുവെ. ആൻഡ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ നിർമ്മല സീതാരാമൻ, അവർ ഫിനാൻസ് മിനിസ്റ്റർ, as well as the World Bank and Ministry of Finance had projected that by 2027 end or 2028 beginning, we should have a market cap of around, GDP of around $5 trillion. Okay. Now Warren Buffett is famous for his golden ratio, which he has said that the market cap divided by the GDP of the country gives you a ratio, and his assessment was, if it is 119% or more, the market is expensive. It is 88% or less, the market is cheap. ഇത് പുള്ളിയുടെ ഒരു കണക്കാണ്, 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറേ 2 കൊല്ലം മുമ്പ് സംസാരിക്കാൻ നോക്കുമ്പോൾ കണ്ടതെന്താ വെച്ചാൽ, ഈ റേഷ്യോ ഫോർ ഇന്ത്യ, ഗോൾഡൻ റേഷ്യോ ഇന്ത്യ 98% or close to 100% എന്ന് വേണ്ടി പറയാം. അതായത് ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ പ്രൊജക്ട് ചെയ്ത് പറയുന്നത് 2028 തുടക്കം നോക്കുമ്പോൾ ഇന്ത്യൻ GDP will be $5 trillion. Now, it also meant that therefore, if you go at 100%, our Indian stock market capitalization $5 trillion ആവും. ഇതന്ന് പറയുമ്പോൾ 4 trillion താഴെയാണ്. So it meant that in 4 years' time, you're going to see a growth of $1 trillion. It's a huge sum. Okay, $1 trillion in their growth കാണുന്നു പറഞ്ഞു. Okay, I'm trying to say that if you select certain scripts, the Indian market is not dominated by CPO. എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്നല്ല. It will be actually done by some 50 or 100 scripts. ആ 50-100 scripts മേടിച്ച് ഉണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് അവിടെ കിട്ടണം. സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ദാറ്റ് 2028-27 എൻഡിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2047 നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് $30 trillion GDP ആണ്. So market cap should also reach $30 trillion. Means any investor who keeps quiet will earn money, especially in those few hundred shares. ശരി, ശ്രീ പി എസ് മേനോൻ, ഡോക്ടർ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ വിദേശ നിക്ഷേപകരുടെ വിപണിയിൽ നിന്നുള്ള പിന്മാറ്റം
ഓഹരി വിപണിയെ തളർത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ആഭ്യന്തര നിക്ഷേപകർ അത് താങ്ങി നിർത്താൻ എത്രത്തോളം പ്രാപ്തരാണ്? See, this you're asking about the stability of the economy, basically. ഇപ്പോൾ പണ്ട് നമ്മൾ ഭയങ്കര കംപ്ലൈൻറ്റ് പറയാറുള്ളത് 2% ഇൻവെസ്റ്റേഴ്സേ ഉള്ളൂ മാർക്കറ്റിൽ, അത് ഭയങ്കര മോശമാണ്, വേറെ അതർ കൺട്രീസ് മച്ച് ഹയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. റീസെൻ്റ്ലി this huge push in the case of mutual funds has caused the number to go up to 6 to 7%. That's a massive jump. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 144 കോടി ജനമാണ്. അതിൽ 6-7% ആൾക്കാർ ഇതിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞതില്ല. When you compare it with, say, USA, it is around 55%. So we are very, very far away from that kind of a level. It only indicates that when you cannot do business yourself, you can do investing, which is another way to be a business owner. I look at it that way. So when you're a co-owner, you decide whether the business is worth investing and keep it. If it is not doing well, you can choose to get out. So mutual fund ഇത് ഇനി വളരാൻ കിടക്കുന്നു എന്ന് ഞാൻ പറയുള്ളൂ. ഇറ്റ്സ് നോട്ട് at any point that വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, US എക്കോണമി ഈസ് എക്സ്ട്രീംലി ഹൈലി റേറ്റഡ്. പണ്ട് AAA റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ AAA മൈനസ് എന്നായി പറയണം. ഈ AAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കപ്പാസിറ്റി ടു ഹാൻഡിൽ എനി ഡിഫിക്കൽട്ടി which is called a shock. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ഷോക്കോ അല്ലെങ്കിൽ റിസെഷൻ, ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. That's why you get a high rating. Now India, I'm actually pretty happy to say that we have gone way high on that level. See, when there was an oil problem in Hormuz and all that, we were saying we have enough for 70 days, 80 days. That is capacity for India to handle this kind of shocks. So വളരെ നല്ല കാര്യമാണ്. So I think that as we go along and we find that our regime is much more stable, നമ്മുടെ economic stability ഒക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ more people will come out to invest. This is the feeling, because otherwise interest rates കാര്യങ്ങളൊക്കെ താഴേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ പഴയ scene where you put your money in a bank and just wait, instead of that you might prefer to put it in stocks where you get good returns. So I am pretty optimistic about the way the future is building up in India. സൂരജ് നായർ, ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി റിപ്പോ നിരക്കുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. RBIയുടെ പോളിസി തീരുമാനങ്ങൾ മാർക്കറ്റിന് സഹായകമാണോ? ഇത്തരം സാഹചര്യത്തിൽ ഒരു നിക്ഷേപകൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്ത് മാറ്റങ്ങൾ വേണം? ജെയിംസ് സർ, ആദ്യം തന്നെ ഞാൻ RBI പറയുന്നതിന് മുമ്പേ നേരത്തെ ജെയിംസ് സർ നമ്മുടെ എമിനൻ്റ് ആയിട്ടുള്ള ഗസ്റ്റ് പാനലിനോട് FISനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഒരു കാര്യം മാത്രം നമ്മൾ FISൻ്റെ അനാലിസിസ് മനസ്സിൽ വെക്കുക, അതായത് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും FISൻ്റെ മാൻഡേറ്റും തമ്മിൽ 2 വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഞാനത് പറയുന്നു വെച്ചാൽ, റീറ്റെയിൽ ഇൻവെസ്റ്ററായ നമ്മുടെ ക്യാപിറ്റലിനെ വിളിക്കേണ്ട പേരെന്താണെന്നറിയോ? കേജ്ഡ് ക്യാപിറ്റൽ, അതായത് കൂട്ടിലിട്ട ക്യാപിറ്റൽ. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ജെയിംസ് സർ എന്ന് പറയുന്ന വ്യക്തിയോ നമുക്ക് മാക്സിമം പോയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് പുറത്തോട്ടുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ബട്ട് FIയുടെ കാര്യം അങ്ങനെയല്ല. FIയെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന FIs 2 തരം FIs ഉണ്ട്. ഒന്ന് ലോങ് ടേം FIs. അവർ ചിലപ്പോൾ ഒരു ഗ്രോത്ത് സ്റ്റോറിയെ 3 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഹോട്ട് മണി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഹെഡ്ജ് ഫണ്ട് മണി ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ഒരു രാജ്യത്താണ് ഓപ്പർച്യൂണിറ്റിക്ക് കുറച്ച് നാൾ ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്താണ് ഓപ്പർച്യൂണിറ്റി എങ്കിൽ റൂത്ത്ലെസ് ആയിട്ട് ഈ മാർക്കറ്റ് സെല്ല് ചെയ്ത് അടുത്ത മാർക്കറ്റിലേക്ക് ചാടുന്നു. അതായത് ഗ്ലോബലി ഹോപ്പ് ചെയ്ത് ചാടി നടക്കുന്ന ഒരു പൈസയാണ് അവരുടെ എന്നുള്ളത്. അവരുടെ ഒട്ടും കേജ്ഡ് ക്യാപിറ്റൽ അല്ല, കൂട്ടിലിട്ടിരിക്കുന്ന ക്യാപിറ്റൽ അല്ല. അവരുടെ വിഷ് ആൻഡ് വിൽ അനുസരിച്ച് എവിടെ വേണമെങ്കിലും മാറ്റിപ്പോകാനുള്ള ക്യാപിറ്റലാണ് FII, പ്രത്യേകിച്ച് ഷോർട്ട് ടേം FII. ആ ഷോർട്ട് ടേം FIയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ വെറും 3% തൊട്ട് 5% വരെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഉള്ള കമ്പനികൾ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് ഒരു ട്രെയിലിംഗ് PE നോക്കുകയാണെങ്കിൽ 20 PEയിൽ ട്രേഡ് ചെയ്യണമെന്ന് പറയാം. 20 PEയിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികളുടെ ഗ്രോത്ത് എത്രയാണ്? 3 തൊട്ട് 5%. അതേസമയം അവരുടെ മാർക്കറ്റായ US
15% ഗ്രോ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ 20% ഗ്രോ ചെയ്യുന്ന കമ്പനികൾ വെറും 24-25 PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗ്ലോബൽ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വാല്യുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവാണ്. ഒരു സാധനത്തിൽ നിന്നും മറ്റേ സാധനം വില കൂടുതലാണോ കുറവാണോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ FISന്റെ കണ്ണിൽ ഇന്നും ഇന്ത്യ ഓവർ വാല്യൂഡ് ആണെന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ജെയിംസ് സാർ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ RBIയുടെ പോളിസി. RBI പോളിസിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ RBI എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു, റിപ്പോ റേറ്റിലും ഇൻട്രസ്റ്റ് റേറ്റിലും ചേഞ്ച് ഇല്ല എന്നുള്ളത് കാരണം നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ബട്ട് RBIയുടെ കമൻട്രിയിൽ RBI ഒരു വാക്ക് ചേർത്ത് പറയുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമി ഹാസ് ഗോട്ട് എ സ്ട്രോങ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നു. രണ്ടാമത് ഈ പറയുന്ന പോലെ റുപ്പിയുടെ മൂവ്മെന്റും, അതായത് റുപ്പിയുടെ ഡിപ്രിസിയേഷനും ഓയിലിന്റെ പ്രൈസ് റൈസും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് RBI ഒരു പോസ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. ആ പോസ് എന്ന് പറയുന്ന സ്റ്റാൻഡ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസം വരുന്നില്ല ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം. എവിടെയാണ് പ്രോബ്ലം വരുന്നത്? RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഇക്വിറ്റിയുടെ വാല്യുവേഷൻ മാറും. ഇക്വിറ്റി വാല്യുവേഷൻ ഒരു ഫോർമുലയിൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഉണ്ട്, അതായത് കമ്പനിയുടെ ഏർണിങ്സ് നമ്മളൊരു ഫോർമുലയായിട്ട് എഴുതുമ്പോൾ അതിൽ എത്രയാണോ ഏർണിങ്സ് എന്നുള്ളത് കോസ്റ്റ് ഓഫ് ഫണ്ട്സിനെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ കോസ്റ്റ് ഓഫ് ഫണ്ട്സിന് ഇപ്പം ചേഞ്ച് വന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് ഫണ്ട്സിന് എന്നാണോ ഇൻക്രീസ് വരുന്നത്, RBI ഒരു പോളിസി മീറ്റിങ്ങിൽ കൂടി കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇൻക്രീസ് ചെയ്യുന്നത് അന്ന് മാത്രമേ ഈ വാല്യുവേഷൻ്റെ ഫ്രെയിം വർക്ക് മാറുന്നുള്ളൂ. അതുവരെ വാല്യുവേഷൻ ഫ്രെയിം വർക്ക് മാറ്റാത്തിടത്തോളം കാലം ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് RBIയുടെ ഇന്നത്തെ റേറ്റ് പോളിസി വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് RBI ഇനി വരും ദിവസങ്ങളിൽ കറൻസി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ നോക്കേണ്ട ഒരു കാര്യം. ശരി, വളരെ കൃത്യമായൊരു നിരീക്ഷണമാണ്. ഡോക്ടർ വിജയകുമാർ, ക്രൂഡ് ഓയിലിൻ്റെ വിലയിലെ മാറ്റം, ഫിസിക്കൽ ഡെഫിസിറ്റ്, യുദ്ധം, ഇതെല്ലാം കണക്കിലെടുത്താൽ മാർക്കറ്റിൻ്റെ ഹ്രസ്വകാല ഔട്ട്ലുക്ക് എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മിയെയും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇത് രണ്ടിനെയാണ് ബാധിക്കുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റിനെ അല്ല. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുതൽ വഷളാവുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വഷളായിട്ടാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും വഷളാവുന്നത്. അപ്പോഴാണ് രൂപയുടെ മൂല്യം കുറയുന്നതും മാർക്കറ്റിൽ, കറൻസി മാർക്കറ്റിൽ സ്പെക്കുലേഷൻ ഉണ്ടാവുന്നതും ആ സ്പെക്കുലേഷൻ്റെ ഫലമായിട്ട് തന്നെ രൂപ വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ. നമുക്കറിയാം, മാർച്ച് 30 $95.30 എന്ന നിലയിലെത്തി ഡോളർ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ന് അത് $92.60 എന്നുള്ള ലെവലിലാണ് 4 മണിക്ക് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതും പിന്നെ RBI എക്സസ് സ്പെക്കുലേഷനെ കർബ് ചെയ്തതുമാണ് ചില നടപടികളിലൂടെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ വില മാർക്കറ്റിനെ ബാധിക്കുന്നത്? അത് ദീർഘകാലത്തിലാണ് ബാധിക്കുക. ഇപ്പോൾ ഒരു കാര്യമായിട്ടുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ന് കാലത്ത് വരെ, അതായത് ഈ ഒരു 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ, $100 മുകളിൽ, 119 വരെ എത്തിയെന്ന് ഓർക്കുക, $100 മുകളിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു 3-4 മാസം നിലനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഇക്കോണമിയെയും നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സിനെയും റുപ്പിയെയും സ്റ്റോക്ക് മാർക്കറ്റിനെ എല്ലാം തന്നെ അത് കൂടുതൽ വിപരീതമായി ബാധിക്കുമായിരുന്നു. എ ഫർദർ 5 to 10% ക്രാഷ് ഇൻ ദ മാർക്കറ്റ് വാസ് വെരി മച്ച് ഓൺ ദ കാർഡ്സ്. പക്ഷേ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല. ക്രൂഡ് ഓയിൽ ഹാസ് കം ഡൗൺ. ഇറ്റ് ഈസ് ഹോപ്പ്ഫുള്ളി ഓൺ എ ഡൗൺ ട്രെൻഡ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോഴും ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു യൂഫോറിക് ബുൾ റൺ ഉണ്ടാവും എന്നുള്ളതല്ല. അതിനുള്ള സാധ്യത നമ്മൾ നോക്കിയിരുന്ന് കാണണം. FIIs വീണ്ടും മാർക്കറ്റിലൊരു ബയേഴ്സായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ലോ വാല്യുവേഷനിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂരജ് പറഞ്ഞതിനോടൊപ്പം അതിന് കൊറോളറി ആയിട്ട് പറയാം. നേരത്തെ ഞാനും പറഞ്ഞു ആ ഒരു പോയിന്റ്, മറ്റ് എമർജിങ് മാർക്കറ്റ്സും ഡെവലപ്ഡ് മാർക്കറ്റ്സ്, ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ മുതലായിട്ടുള്ള മാർക്കറ്റുകളൊക്കെ തന്നെ കൂടുതൽ അട്രാക്റ്റീവ് വാല്യുവേഷൻസ്, ഹോങ്കോങ് വളരെ അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ആയി, ഏർണിങ്സ് ഗ്രോത്തും കൂടുതലുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഏർണിങ്സ് ഗ്രോത്ത് കുറവായി, വാല്യുവേഷൻസ് കൂടുതലായി. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇവിടെ സെല്ലിംഗ് വന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറി ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയെ പോലെ ശോഭനമല്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ മേനോൻ പറയുണ്ടായി 2028 ഇന്ത്യൻ GDP ഗ്രോത്തിനെ കുറിച്ചിട്ട്.
2032 ഒരു പ്രൊജക്ഷൻ ഉണ്ട്. മോർഗൻ സ്റ്റാൻലി, ഈവൻ IMF അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2033 ആകുമ്പോഴേക്കും ഇന്ത്യ വിൽ ബി എൻ $8 trillion ഇക്കോണമി വിത്ത് എ $10 trillion മാർക്കറ്റ് ക്യാപ്. $8 trillion ഇക്കോണമിയെ ഒരിക്കും $10 trillion മാർക്കറ്റ് ക്യാപ്പ് ആവും. അതിനി 6 വർഷമേ വേണ്ടൂ. അപ്പോൾ ആ 6 വർഷത്തിൽ വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ഡബ്ലിംഗ് ഓഫ് ഇന്ത്യാസ് മാർക്കറ്റ് ക്യാപ്പ്. ഈ ഒരു പൊട്ടൻഷ്യൽ ഇത്തരത്തിലുള്ള ഒരു 7% GDP ഗ്രോത്ത് ഈ രാജ്യങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് തായ്വാൻ എടുത്തോളൂ. തായ്വാനിൽ കഴിഞ്ഞ വർഷം നല്ല കുതിപ്പുണ്ടായി മാർക്കറ്റിൽ, ഈ വർഷം കുതിപ്പുണ്ടായി. പക്ഷേ തായ്വാൻ മാർക്കറ്റിലെ 40% അവരുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 40% ഒറ്റ കമ്പനിയാണ്, TSMC, ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനി. ഒറ്റ കമ്പനിയാണ്. സൗത്ത് കൊറിയയിലാണെങ്കിൽ ഒരു 3-4 കമ്പനി, സാംസങ് മുതൽക്ക് ഒരു 3-4 കമ്പനി. ഇന്ത്യയിൽ ഡസൻ കണക്കിന് സെക്ടേഴ്സ് ഉണ്ട്. വി ഹാവ് ഫ്യൂ 100 കമ്പനീസ് ഫ്രം വിച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ചൂസ് ഫ്രം. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ, ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു പ്രീമിയം വാല്യുവേഷൻസ് ഉണ്ടായിരുന്നത്. ഹിസ്റ്റോറിക്കലി ഇന്ത്യ ഹാഡ് എ പ്രീമിയം വാല്യുവേഷൻസ്. അവർ വാല്യുവേഷൻസ് വേർ അറ്റ് എ പ്രീമിയം ടു ദ വാല്യുവേഷൻ ഇൻ എമേർജിംഗ് മാർക്കറ്റ്സ്. ആ സാഹചര്യമാണ് മാറിയത്. അതുകൊണ്ടുകൂടിയാണ് മാർക്കറ്റ് താഴത്തേക്ക് പോയത്. FPIസിൻ്റെ സസ്റ്റെയിൻഡ് സെല്ലിംഗ് ഉണ്ടായത്. ആ സാഹചര്യം വീണ്ടും മാറിയിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറാനാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത കാണുന്നത്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇപ്പോഴും ഉണ്ട്. കാരണം ആഗോള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിനെ പോലെ, പിന്നെ പ്രസിഡന്റ് പുടിനെ പോലെയൊക്കെ തന്നെയുള്ള കുറേ ഒരു ആൽഫ മെയിൽ ലീഡേഴ്സ് ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ജിയോ പൊളിറ്റിക്കലി. പക്ഷേ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ, ഇഫ് ദർ ഈസ് എ ഡോൺ ഓഫ് പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ ആൻഡ് ക്രൂഡ് കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ, India's corporate earnings will improve. And in the medium to long run, we must always remember this: India has the best growth story among emerging markets, and therefore we deserve a premium valuations which we used to have. ശരി, Please allow me to leave a little bit early. There's some important work to do. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്ര സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ശ്രീ PS മേനോൻ, കമ്പനികളുടെ മൂന്നാം പാദം Q3 റിസൾട്ട് വിപണിയുടെ പ്രതീക്ഷയ്ക്കൊപ്പം ആണോ? കോർപ്പറേറ്റ് ലാഭക്ഷമതയിലെ ഇടിവാണോ വിപണിയെ താഴോട്ട് വലിക്കുന്നത്? കമ്പനികൾക്ക് പല പറഞ്ഞോളൂ, കേൾക്കാം. സോ വാട്ട് ഐ എം സെയിങ് ഈസ്, ഈ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത് ബേസിക്കലി. ഓക്കെ, സോ ഇഫ് യു സേ ദാറ്റ് ഈ ക്വാർട്ടർലി റിസൾട്ട്സ് മോശമായിരുന്നു അതുകൊണ്ടാണ് മാർക്കറ്റ് താഴെ പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റിയലി ട്രൂ. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നത്തെ കയറ്റം 873 പോയിന്റ് നിഫ്റ്റി കയറി. ബിക്കോസ് ഓഫ് ഒബ്വിയസ്ലി നമുക്കറിയാം ഈ സീസ്ഫയർ അനൗൺസ് ചെയ്ത് അതിൻ്റെ റിലീഫ് റാലി ആണെന്നൊക്കെ. That means market added about 15 lakh crores to market capitalization. Interesting ആയിട്ടുള്ള കാര്യം, അതിൽ 1 ലക്ഷം കോടി തന്നത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അദാനി ഗ്രീൻ, അദാനി പോർട്ട് ആൻഡ് അദാനി എന്റർപ്രൈസസ് went up by 13% each. Now, has that got anything to do with the quarterly results? You understand? So basically, it's a question of demand and supply. And when there is a futuristic prospect, probably there is more demand from either FIIs or domestic institutions or domestic investors, depending on how it is placed. And quite often, ഈ ഇൻഫർമേഷൻ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. നമ്മുടെ സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ നേരത്തെ കിട്ടാറില്ല. ഇൻഫാക്ട് ഐ വുഡ് ജസ്റ്റ് ട്രൈ ടു കമന്റ് ഓൺ ദി ഗോൾഡ് പ്രൈസിംഗ് വിച്ച് വി സെഡ് ഏർലിയർ. Actually, there is a big problem that is there, which can come later on in the market. That is, in 1944, 44 countries met at Bretton Woods and decided that dollar will be the basic reserve currency for the world. Okay. Now, അന്ന് അവർ പറഞ്ഞത് $35 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ounce of gold തരാമെന്ന് USA അങ്ങോട്ട് പറഞ്ഞു. That was the agreement. Now, post that, what happened is, 1971 ആയപ്പോൾ Nixon took charge, and like our current President Trump, he wrote out an executive order saying that ഇനി തൊട്ട് നമ്മൾ ഗോൾഡ് തരാൻ പോകുന്നില്ല. കാരണം പല സെൻട്രൽ ബാങ്ക്സ് ഒന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി. By that time, they had stored about 8,800 tons of gold in a place called Fort Knox, Safite. But the valuation was $35 per ounce.
ഇന്ന് ഡോക്ടർ വിജയകുമാർ പറഞ്ഞ മാതിരി അതേ ഇതിന്റെ മാർക്കറ്റ് വില 5600 പെർ ഡോളർ പെർ ഔൺസ് പോയി 4600 ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പോയിന്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ഇതിന്റെ ഇടയിൽ ഈ നിക്സന്റെ ഈ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷം the Federal Reserve, which is the central bank of America, became the central bank of the world effectively. So അവർക്ക് they could print notes without any restriction because gold standard എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $35 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓൺസ് ഗോൾഡ് കിട്ടണം എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ, ഓട്ടോമാറ്റിക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് ഈ പ്രസ്താവനയിൽ ഇല്ല. അപ്പൊ എന്തുണ്ടായി? സിൻസ് ദെൻ ദിസ് കൺട്രി ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി പ്രിന്റിംഗ് നോട്ട്സ് ആൻഡ് getting out of trouble each time. And all these problems that they faced was solved by issuing currency and bonds and things like that. ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ as of last year beginning the debt was $37.4 trillion. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നൗ $38.5 trillion. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം. അത്രയും വലിയൊരു സംഖ്യയാണ്. ഇന്ത്യയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നമ്മളുണ്ടെന്ന് കുറച്ച് നേരത്തെ പറയണ്ടായി. 720 ബില്യൺ ഉണ്ടെന്ന്. ദാറ്റ് ഇസ് 0.72 ട്രില്യൺ. അത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ കടം 38.5 ട്രില്യൺ ആയി. Now Trump is not a person who wants to blame the previous presidents saying that അവർ കാരണമാണ് ഇതുണ്ടായി, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്യ. He is trying to solve the problem and he has gone apparently on 2 different courses. One course is revalue the gold reserves that they have. 8,800 tons in a revalue ചെയ്യാം. But unfortunately what he is saying is he will revalue it at $15,000 to $20,000 per ounce, not at the current market price. അങ്ങനെ ചെയ്യുമ്പോൾ പലരും ഓർക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ they will definitely get an asset base of around $2 to $3 trillion on that 8,800 tons. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് നമ്മുടെ കമ്പനികൾ ബോണസ് കൊടുക്കുമ്പോൾ ഷെയർ പ്രൈസ് നേരെ പകുതിയാവണ മാതിരി എക്സ്ചേഞ്ച് റേറ്റ് അതിനനുസരിച്ച് ഇടിയും. For example, I would be surprised to see the exchange rate coming down to 40 or 50 rupees per dollar. അത് ഈ കേരളീയർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ when that happens, the Gulf area, the dollar is the pegging mechanism. അതായത് ദിനാറും ദിറം ഒക്കെ പെഗ് ചെയ്യുന്നത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ്. 3.82 dirhams for example makes $1 എന്നാണ് പറയുക. ഡോളറിന്റെ വില താന്നു കഴിഞ്ഞാൽ ദിനാറിന്റെ വില അതിനനുസരിച്ച് കുറയും. അപ്പൊ നമ്മുടെ കുറെ കേരളീയർക്ക് പണി കിട്ടുന്നുള്ളത് ഷുവറാണ്. So this is the future. I mean, this is something that can happen at some point of time when the US economy goes into difficulty. Right? Similarly, he has got another plan of using cryptocurrency reserves. അതിന് പാകിസ്ഥാൻ അതിന് വീണു, അവരുടെ കറൻസി എടുത്തിട്ട് ട്രംപിനൊക്കെ എടുത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. Anyway, that's a different story. So these are the 2 new types of mechanism he is using to solve the problem. This is likely to fail and there's going to be a major problem. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, ഒരു സാധാരണ നിക്ഷേപകൻ ഇപ്പോൾ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കണം? SIP ഉള്ളത് തുടരണമോ, അതോ ലംസം നിക്ഷേപിക്കണോ, അതോ ക്യാഷ് ഹോൾഡ് ചെയ്യണോ? ഇത് പേടിക്കേണ്ട ഒരു ഘട്ടമാണോ, അതോ ഇതിനെ ഒരു അവസരമായി കാണണോ? അല്ല ജെയിംസ് സർ, തീർച്ചയായിട്ടും ഈ സിപ്പ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. കാര്യം സിപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ആവറേജിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ്. അപ്പോൾ താഴോട്ട് സ്റ്റോക്കുകൾ നിൽക്കാൻ നേരത്ത് നമ്മൾ ആവറേജ് ചെയ്ത് മേടിച്ച് കൂട്ടുക എന്ന് പറയുന്നത്, അതായത് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഒരു ഡിസ്കൗണ്ട് ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നമ്മളത് മേടിച്ച് കൂട്ടുകയല്ലേ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സിപ്പ് കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ എപ്പോഴും സാധാരണ നമ്മുടെ മൈഫിൻ്റെ ഓരോ പ്ലാറ്റ്ഫോമിൽ പറയാറുണ്ട്, നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് ജീവിതത്തിലാണ്. നല്ലൊരു ജോലി വേണം നിങ്ങൾക്കൊരു വീട് വേണം, നിങ്ങൾക്ക് ആവശ്യത്തിന് ഗോൾഡ് നിങ്ങളുടെ ലോക്കറിൽ വേണം, ജ്വല്ലറി ആയിട്ട് വേണം. നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന കാശ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിൽ ക്യാഷിൽ പോയിട്ട് കാര്യമില്ല. ക്യാഷ് നിങ്ങൾ അല്ലാണ്ട് ജീവിതത്തിലാണ് മെയിൻ ചെയ്യേണ്ടത്. മാർക്കറ്റിൽ കൊണ്ടുവരുന്ന കാശ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റഡ് ആയിരിക്കണം എന്നുള്ള. ബട്ട് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മാർക്കറ്റിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ വേണോ, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ വേണോ എന്ന് വേണം നമ്മൾ നിശ്ചയിക്കാൻ എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിൽ ഏത് സ്റ്റോക്കും മേടിക്കും അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കും, നമ്മൾ ഈ ബാപ്പ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അതായത് ബൈ അറ്റ് എനി പ്രൈസ് എന്ന് പറയുന്ന
സ്റ്റോക്കുകളിൽ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പറയാം. അപ്പം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് ആകുന്ന എന്നുള്ള തീമിൽ തന്നെ നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. ബട്ട് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആകപ്പാടെ മാർക്കറ്റിനെ എപ്പോഴും ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ലെവലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലോ വെച്ചാണ് മാർക്കറ്റിന്റെ വാല്യുവേഷൻ പറയുന്നത്. എന്നാൽ കമ്പനികളുടെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നിഫ്റ്റി ലെവലിന് യാതൊരു റെലവൻസും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഓൾ ടൈം ഹൈയെക്കാട്ടിലും വളരെ ഭേദപ്പെട്ട രീതിയിൽ താഴെ നിൽക്കുന്ന ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ തന്നെ പല സ്റ്റോക്സും 52 വീക്ക് ഹൈ ആണ് എന്നുള്ള അതിൽ നിന്ന് തന്നെ നമ്മുടെ എന്ത് പഠിപ്പിക്കുന്നു, നിഫ്റ്റിയും ഈ സ്റ്റോക്കുകളുടെ പ്രൈസസും തമ്മിൽ വലിയൊരു റിലേഷൻ കാണുന്നില്ല. റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ബിസിനസ് പ്രോസ്പെക്ട്സ് കൊണ്ടാണ്, ആ ബിസിനസിൻ്റെ ഓപ്പർച്യൂണിറ്റി കൊണ്ടാണ്, അതിൻ്റെ വാല്യുവേഷൻ കൊണ്ടാണ്, അതിൻ്റെ ഫോർവേഡ് ഏർണിംഗ് പൊട്ടൻഷ്യലിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് നമ്മൾ നോക്കി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷിലിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാമായ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ഹോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ലാസ്റ്റ് 3-4 മാസമായിട്ട് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച്, എന്തായാലും ഒക്ടോബർ 2024 മുതൽ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഈ ഫെബ്രുവരി 28 മുതൽ വാർ തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് കാര്യങ്ങളിൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഉണ്ടായിരുന്നു എന്നും വലിയ വലിയ കറക്ഷൻ കണ്ട സമയവും കൂടെ ആയിരുന്നു എന്നുള്ള. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഷിപ്പിംഗ് സ്റ്റോക്കായ ഇന്ത്യയിൽ GE ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 1000 രൂപ അടുപ്പിച്ച് ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇന്ന് 1400 മുകളിലാണ്. അതായത് ലാസ്റ്റ് 2-3 മാസം കൊണ്ട് 40% റിട്ടേൺ തന്നു. എന്താ ഈ സ്റ്റോക്കിന് വാർ ഒരു ബാധകമല്ലേ? ഓയിൽ ഒരു ബാധകമല്ലേ? ബാങ്ക്സ് എന്താ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസീസ് ഒന്നും ഇതിന് ബാധകമല്ലേ? അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബാധകമല്ലേ? ഇതെല്ലാം ബാധകമാണ്. എന്നിട്ടും ആ സ്റ്റോക്ക് എന്തുകൊണ്ട് കയറി? ആ സ്റ്റോക്കിന്റെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസിയും അതിന്റെ പെർഫോമൻസും അതിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യലും അതിന്റെ വാല്യുവേഷനുമാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. അതും നിഫ്റ്റി ആയിട്ട് ബന്ധമില്ല എന്ന് വേണം ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കാൻ. അതിനനുസരിച്ച് മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യുന്നതായിരിക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള. സുരേഷ് നായർ, ഞാൻ നടപടിയാണ്, നമ്മുടെ സമയപരിമിതി മൂലമാണ്. ഓഹരി വിപണിയിലെ തകർച്ച താൽക്കാലികമാണെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾ ശക്തമാണെന്നുമാണ് നമ്മളുടെ പാനലിസ്റ്റുകളുടെ അഭിപ്രായം. പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റഴിക്കുന്നതിന് പകരം നല്ല കമ്പനികളെ കണ്ടെത്തി നിക്ഷേപം തുടരുന്നതാണ് ബുദ്ധിപരമായ നീക്കം. വിപണിയിൽ ക്ഷമയുള്ളവർക്ക് മാത്രമേ നേട്ടമുണ്ടാക്കാൻ കഴിയൂ. ഓഹരി വിപണിയുടെ മടങ്ങിവരവ് അടുത്ത മാസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധ അഭിപ്രായങ്ങൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, കോർപ്പറേറ്റ് ലാഭവിഹിതം തുടങ്ങിയവയെല്ലാം വലിയ തോതിൽ പോസിറ്റീവാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിജയകുമാർ, PS മേനോൻ, സൂരജ് നായർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.